ഹായ്, പടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് പനീറാണ്. പനീർ വെച്ചിട്ട് നമുക്ക് പലതും ഉണ്ടാക്കാം. അതായത് പനീർ ബട്ടർ മസാല, പനീർ ടിക്ക, അങ്ങനെ ഓരോ സാധനങ്ങൾ. അത് ഓരോ നാട്ടിലെ ഓരോരോ വ്യത്യസ്തങ്ങളാണ്. അതായത് നല്ല ടേസ്റ്റി ആയിരിക്കും നമുക്ക് കഴിക്കാനും. പൊറോട്ടയ്ക്കൊക്കെ അടിപൊളിയായിരിക്കും നമുക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ, ചപ്പാത്തിക്കായിക്കോട്ടെ. അതേപോലെ ഓരോ ഫുഡിനും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് പാല്, ചെറുനാരങ്ങ, തൈര്. പാല് വന്നിട്ട് ഞാനിന്ന് 5 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. നന്നായി നോക്കിക്കോളൂ. 5 ലിറ്റർ, ഒരു ചെറുനാരങ്ങ, 1/4 ലിറ്റർ തൈര്. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ പനീർ ഉണ്ടാക്കാൻ പോണത്. ഫസ്റ്റ് വേണ്ടത് എന്താണ്, നമുക്ക് പാലൊന്ന് കാച്ചിയെടുക്കാം. ഗ്യാസ് ഒന്ന് കത്തിക്കാം, പാത്രം വെച്ച് കൊടുക്കാം, പാലൊഴിച്ച് കൊടുക്കാം. പാലൊന്ന് നന്നായി തിളക്കട്ടെ. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പാലിൻ്റെ പാട കെട്ടാൻ പാടില്ല. അങ്ങനെ പാല് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. 1/4 ലിറ്റർ പുളിയുള്ള തൈര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പിരിയണതോടെ ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. അതായത് പാല് പിരിഞ്ഞ് വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒഴിക്കണം. ഇപ്പം നാരങ്ങ ഒഴിച്ചാൽ നമുക്ക് പാല് നല്ല പിരിഞ്ഞ് കിട്ടും. പക്ഷേ തൈര് ഒഴിക്കുന്നത് എന്തിനാണ്, നമുക്ക് നല്ല മുറുക്കം കിട്ടാനാണ്. എന്തിനാണെന്ന് വെച്ചാൽ നല്ല മുറുകിയാലേ നമ്മൾക്ക് പനീറായിട്ട് നല്ല കട്ടിയിൽ നമുക്ക് കറിക്കൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തത്. തൈര് പ്രത്യേകം ഒഴിക്കും വേണം. അപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്. നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾക്കിപ്പോൾ ഇതിൽ തൈര് ഒഴിച്ചു, നാരങ്ങ ഒഴിച്ചു. ഇതിൻ്റെ പുളിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഇതിൽ ഒന്നും കൂടി നല്ലോണം വെള്ളം പടിയാനുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിനൊന്ന് വെക്കാം നമുക്ക്. വെള്ളം നല്ലോണം ഒന്ന് വെടിയിട്ടെ. ഇപ്പോൾ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം വാർന്നത് പോരാ. അപ്പോൾ നമുക്ക് ഇനിയും കൂടെ ഒന്ന് തുണിയിൽ വെച്ച് പിഴിയേണ്ടതാണ്. നോക്കോളൂ. ഇപ്പോൾ നമ്മങ്ങനെ ആക്കുമ്പോൾ ഇതാ കണ്ടില്ലേ വെള്ളം വരുന്നത്. ഇങ്ങനെ പോരാ. നമുക്കൊരു തുണി വയ്ക്കുക. എന്നിട്ട് അത് കേട്ടണം അതിൽ വെച്ച് നല്ലോണം പിഴിഞ്ഞെടുക്കാം. ഇതേപോലെ ഒരു വെള്ള തുണി എടുക്കുക. വെള്ള തുണി എടുത്ത് നമ്മളിതിൽ വൃത്തിയായിട്ട് വെക്കുക. കുറച്ച് കുറച്ചായിട്ടും പിഴിയുക. നമ്മൾക്ക് അതായത് മൊത്തം ഇട്ടിട്ടും പിഴിയുക. നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം.
നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. നമുക്കൊരു മിനിറ്റ് ഈ വെള്ളം ഒന്ന് കളയട്ടെ. നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം. നമുക്കിതിനെ നന്നായി കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല പോലെ കുഴച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ. ഇതാ കുഴച്ച് ഇങ്ങനെ ആക്കണം. നല്ല ഇതുപോലെ ആക്കണം. പേസ്റ്റ് പോലെ ആക്കണം. കുഴച്ചു. ഇനി നമുക്ക് മതി. അപ്പോൾ നല്ലപോലെ കുഴച്ച് നല്ല മയപ്പെടുത്തി എടുക്കണം. അതുമാത്രമേ ഒരു ചെറുതായിട്ടുള്ള പണിയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ വേണ്ടത്? നല്ല ഒരു ട്രേ എടുക്കുക. ട്രേ എടുത്തു കഴിഞ്ഞാൽ ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. നോക്കിക്കോളൂ. ഓരോ ബോളാക്കി എടുക്കുക. ഇതേപോലെ ഒരു ഗ്ലാസ് എടുത്ത് നമ്മൾ നല്ല സെറ്റ് ചെയ്യണം. കറക്റ്റ് ആക്കിയിട്ട് ഇപ്പോൾ നമുക്ക് ഇത് ഫിനിഷിംഗ് ആയി. നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതൊന്നും എടുക്കാം. ഇതിൽ ഇതുപോലെ ഒന്ന് ചെയ്യട്ടെ. അങ്ങനെ നമുക്ക് 5 ലിറ്റർ പാലിൽ 3 ട്രേ കിട്ടിയിട്ടുണ്ട്. നോക്കിക്കോളൂ. അങ്ങനെ നമുക്കിതിന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കണം എന്നൊന്നുമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അങ്ങനെ ഒരു 5 മണിക്കൂർ കഴിയട്ടെ, എന്നിട്ട് കാണാം. അപ്പം അങ്ങനെ 5 മണിക്കൂറായി. നമുക്കൊന്ന് നോക്കാം. നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെ നല്ല ബലമൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് ഇതായിട്ടുണ്ട്. എല്ലാതും അതേപോലെ തന്നെ. നോക്കിക്കോളൂ. നമുക്കിതാണ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഒന്ന് നമുക്കിതെങ്ങനെ ഒന്ന് ആക്കണം. എന്നിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ കിട്ടിയില്ല എന്ന് വെച്ചത് അങ്ങനെ കത്തി കൊണ്ടുവന്ന് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. വരഞ്ഞു കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനിങ്ങനെ എന്നിട്ട് മെല്ലെ തൂക്കി നോക്കുക. അപ്പം അങ്ങനെ ഇത്ര പണിയുള്ളൂ. ഇനി നമുക്ക് കറിക്ക് വയ്ക്കാൻ ഏത് ടൈപ്പാണ് വേണ്ടത്? വലിയ പീസോ ചെറിയ പീസോ? കട്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ കട്ട് ചെയ്തും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തന്നു. ഇനി ഇതിന്ന് നമ്മൾക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു നമ്മുടെ സാധാരണ വാങ്ങിക്കണ പോലത്തെയാണ് കാണിക്കണത്. അങ്ങനെ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിന്ന് എന്തൊക്കെ കറി ഉണ്ടാക്കാൻ പറ്റും? അതായത് പീസ് മസാല ഉണ്ടാക്കാൻ പറ്റും, തിക്ക ഉണ്ടാക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ഇഷ്ടമാണ് കറി ഉണ്ടാക്കുന്നത്. ബീഫ് മസാലയൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതായത് പൊറോട്ട, ചപ്പാത്തി. ചില കുട്ടികൾക്ക് ഇത് വെറുതെ ഒന്ന് കറി വെച്ച് കൊടുത്താലും നല്ല ഇഷ്ടമാണ്. പിന്നെ ഒന്ന് ഇപ്പോൾ സ്കൂൾ സമയങ്ങളൊക്കെ ആണല്ലോ, കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മൾക്ക് ഇത്രയും നല്ല വിറ്റാമിനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കുമല്ലോ. അപ്പം നിങ്ങൾക്കിത് പെട്ടെന്ന്
നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ഇതിന് സൂക്ഷിക്കുന്നതും കൂടെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് എങ്ങനെ സൂക്ഷിക്കുന്നതും കൂടെ കാണിച്ചു തരാം. ഇത് മൊത്തം ഞാൻ കട്ട് ചെയ്യണില്ല, കാരണം നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രീസറിൽ വെക്കാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ, എങ്ങനെ ചെറുതായിട്ട്, ചിലവർക്ക് വലിയ പീസായിട്ടൊക്കെ വേണ്ടി വരും. ഇപ്പം ഞാൻ ഒരു ഇതിലെങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത്, നോക്കിക്കോളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കായിരിക്കും ഇതിൽ തന്നെ ഇപ്പോൾ ഒരു കറി കാണിച്ചു തന്നുകൂടെ എന്ന്. പക്ഷേ ഇപ്പം പറ്റില്ല, കാരണം ഇത് നമ്മൾ രാവിലെ തുടങ്ങിയിട്ട് ചെറുതായിട്ട് ഒരു വർക്ക് ചെയ്ത് ഇത്രയും സമയമായിട്ടാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഉണ്ടാക്കുന്നത് അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ കറിയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വരുമ്പോൾ ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് എപ്പോഴാണ് ആവശ്യം അപ്പോൾ എടുത്ത് നമുക്ക് കറി വയ്ക്കാം. പക്ഷേ ഒരു ഇത്രയൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ, ഞാനിപ്പോൾ ഇത് 5 ലിറ്റർ പാലിലാണ് എനിക്ക് ഇത്ര കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു കുടുംബം തന്നെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ലിറ്റർ പാലിലൊക്കെ നമ്മളിങ്ങനെ ചെയ്താലേ നമുക്ക് കറി വയ്ക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ ഞാൻ കിടിലമായിട്ട് വിടുന്നതായിരിക്കും. അതുവരയ്ക്കും ബായ്.